ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ റെസിപ്പി ഒരു കണിവെള്ളരി പ്രഥമനാണ്. ഹാപ്പി വിഷു. ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. പിന്നീട് ഡ്രൈ ഫ്രൂട്ട്സ് അതുപോലെ 1/4 കപ്പ് തേങ്ങ അരിഞ്ഞതും ചേർത്ത് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ച് മാറ്റി വയ്ക്കുക. ഒരു പാത്രം വയ്ക്കുക, ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്യുക. 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കണിവെള്ളരിക്കയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റുക. അതിനുശേഷം 1/4 കപ്പോളം തേങ്ങയുടെ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത് മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കുക. ഇത് വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് 150 ഗ്രാം ശർക്കര 1/4 കപ്പ് പാനിയാക്കിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നീട് ചേർക്കേണ്ടത് 1/4 കപ്പ് ചൗവരി നന്നായിട്ട് കുതിർത്ത് വേവിച്ചതും ചേർത്ത് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് ഒന്ന് തിക്കാക്കി എടുക്കുക, അതായത് 3/4% വറ്റിച്ചെടുക്കുക. 1/2 കപ്പ് തേങ്ങയിൽ നിന്നാണ് ഇവിടെ 1/4 കപ്പ് രണ്ടാം പാലും 1/4 കപ്പ് ഒന്നാം പാലും എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് വറ്റി വന്നതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഫ്ലെയിം ലോ ആക്കിയതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കുക. ഇതിൽ ചൗരിയും കൂടെ ചേർക്കുന്നതിനാൽ ഇത് നന്നായിട്ട് കുറുകി കിട്ടും. പിന്നീട് ചേർക്കേണ്ടത് മൂപ്പിച്ച് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് അതുപോലെ കാർഡമം പൗഡറും ചേർത്ത് ഇത് ഉപയോഗിക്കാവുന്നതാണ്. നല്ല രുചികരമായ കണിവെള്ളരി പായസമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.